വയനാട് ചൂരൽമലയിൽ 20 കോടി 50 ലക്ഷം രൂപയാണ് 100 വീട് വെച്ചു കൊടുക്കാനുള്ള പണം സർക്കാരിന്റെ ഖജനാവിലേക്ക് ഒരു പരാതിയുമില്ലാതെ ഒരു സെക്രട്ടറിയെയും ഒരു പ്രസിഡന്റിനെയും നീക്കം ചെയ്യാതെ ആരെയും സസ്പെൻഡ് ചെയ്യാതെ കൃത്യമായിട്ട് കൊടുത്തില്ലേ? നോക്കൂ, മറുഭാഗത്ത് ഇതേ കാര്യമാണല്ലോ യൂത്ത് കോൺഗ്രസ് ചെയ്തത്. മാനം മര്യാദയ്ക്ക് ഒരു പിരിവ് പോലും പൂർത്തിയാക്കാൻ പറ്റൂലേ? നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ തെരഞ്ഞെടുപ്പ് കോടതി കയറിയിട്ടുണ്ടോ? ആ കയറിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ മാത്രം തെരഞ്ഞെടുപ്പല്ലേ? എന്തിനാ കയറിയത്? 4 പേര് പറഞ്ഞ കേട്ടാൽ ആളുകൾക്ക് അഭിമാനിക്കാവുന്ന കേസിലാണോ കയറിയത്? വ്യാജരേഖ കേസ് എങ്ങനെയാ വന്നത്? ഐഡന്റിറ്റി കാർഡ് ആരാ നിർമ്മിച്ചത്? ആരുടെയൊക്കെ പേരിലാ വന്നത്? തലയുടെ അടക്കം അജിത്തിന്റെ അടക്കം വ്യാജ ID കാർഡുകൾ ഇവിടെ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചില നേതാക്കളെങ്കിലും ആ നേതാക്കളുമായി ചേർന്ന് നിൽക്കുന്നവരെങ്കിലും റിസർച്ച് ചെയ്തില്ലേ? ആ സംഘടന ഈ പരുവത്തിലാക്കി മാറ്റിയതാരാ? 4 പേര് കേട്ട ചിരിക്കുന്ന ഏതെങ്കിലും കേസാണോ ഈ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ആദ്യം ഈ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ്? കഴിഞ്ഞ കുറച്ച് നാളുകളിലെ സമരങ്ങൾ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം ജിമ്മി. വളരെ എളുപ്പം താരതമ്യം ചെയ്യാവുന്നതാ. ഈ DYFIയുടെയും SFIയുടെയും ചില സമരങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ചില സമരങ്ങളുടെ സ്വഭാവം കാണാം. ഒരു മനുഷ്യച്ചങ്ങല DYFI ഉണ്ടാക്കി. തൊഴിലില്ലായ്മയ്ക്കും റെയിൽവേയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി ബന്ധപ്പെട്ടായിരുന്നു കേരളം കണ്ട വലിയ ഒരു മനുഷ്യച്ചങ്ങലയായിരുന്നു അത്. സമാനമായ ഏതെങ്കിലും ദേശീയ വിഷയത്തിൽ നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെയോ KSUവിന്റെയോ കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമര പരിപാടി കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം ദേശീയ വിഷയത്തിൽ ഒരെണ്ണം പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മോദിജി വേർ ഈസ് മൈ ജോബ് അഗ്നിപഥ് വരുന്ന സമയത്ത് രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് DYFI എന്ന സംഘടനയല്ലേ?